ഗൈസ് വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തതുകൊണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്യാം മച്ചന്മാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് അതായത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം മിക്കവാറും നമ്മുടെ പ്രഡിക്ഷൻ അതായത് എന്താ പറയുക ഓൾറെഡി നമ്മുടെ റോബർട്ടോ കാർലോസ് അതുപോലെ തന്നെ റൂമിയൊക്കെ മിക്കവാറും ചൈനീസ് വേർഷനിലൊക്കെ അവർക്ക് കുറെ ഏകദേശം കിട്ടി തുടങ്ങി. ഇനി നമ്മുടെ ഇന്ത്യൻ ന്യൂസസിനും കൂടെ അതായത് നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റ്സ് വെച്ച് കിട്ടാനുള്ളത് അത് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ മച്ചന്മാർ ഇന്ന് ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ 100 പോയിന്റും നമുക്ക് ഷോർട്ട് ടൈമും അതേപോലെ തന്നെ നമ്മുടെ ഫോർലാൻഡ് പാക്ക് എപ്പിക് ആയാലും അനിമി ആയാലും എടുക്കുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക മച്ചന്മാരെ. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഷോർട്ട് ടൈം എടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെച്ചാൽ ഇന്നലത്തെ അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഒരു ഹാഫ് പ്ലേയേഴ്സിന് മൊത്തം എടുക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ് ഞാൻ ഇവിടെ ചിലരുടെയൊക്കെ ഇവിടെ ചിലപ്പം നമ്മുടെ ഷോർട്ട് ടൈം ഒക്കെ എടുക്കുന്നുണ്ടാവും. എന്നാലും അത് കുഴപ്പമില്ല. ഡാനി കാർവജൽ വരെ ഞാൻ എടുക്കുകയാണ് 4 സ്റ്റാർ വരെ. എന്നിട്ട് ഗൈസ് ഞാനിത് മേളിലേക്ക് വീണ്ടും പോവുകയാണ്. മെല്ലെ ആട്ടോ ഗൈസ് പോകണേ. ഫസ്റ്റത്തെ സ്റ്റാറ്റസ് ആണ്. കാരണം ആദ്യം ഞാൻ പാൽമറിനെ എടുക്കുന്നു. പാൽമറിനെ എടുത്തതിന് ശേഷം മെല്ലെ നോക്കുകയാണ് ഗൈസ്. ഇന്നലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറെ പേർക്ക് ഫോട്ടോസിനെയും പിന്നെ നമ്മുടെ പാൽമറിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ആ കമന്റ് ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പം മെല്ലെയാണ് പോകുന്നത് ഗൈസ്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഷോർട്ട് ടൈമിന്റെ ട്രിക്ക് കഴിഞ്ഞാൽ അടുത്ത ട്രിക്ക് നമ്മുടെ ഫോർലാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടു വെക്കുക, ഉറപ്പായിട്ടും കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ കോട്ടോയ്സിന് എടുക്കുന്നു, എല്ലാ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുകയാണ്. എന്തായാലും അടിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, കാരണം ഇന്നലത്തെ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, എന്തായാലും മച്ചാമാര് നമ്മുടെ കോട്ടോയ്സിനെ മെല്ലെ പോവാണ്. എന്തായാലും നല്ലൊരു ഗോൾ എനിക്ക് ഇന്നലെ ഒരു പ്രോ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഇപ്രാവശ്യം വന്നാൽ ഷോർട്ട് ടൈമിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, അതിനുശേഷം സാമിൻഹോൻ എടുക്കുകയാണ്. മെല്ലെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. നിങ്ങൾ മെല്ലെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് എങ്ങനെയുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. കോട്ടോയ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഈ പാക്ക് അത്ര പോരാന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചെക്കൊക്കെ ഇനി വരുന്നുണ്ട്. ദൂസാൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ഗൈസ്. ആ ഒരു പ്ലെയറിനും കൂടെ മെല്ലെ സ്റ്റാറ്റസ് കാര്യങ്ങൾ നോക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഒരു ലാസ്റ്റ് വരെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, എവിടെയെങ്കിലും സ്റ്റെപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ചിലപ്പോൾ കുറയും. അതുകൊണ്ടാണ് ഗൈസ്. അതിനുശേഷം ഞാനിത് ആ പാമറിനെ 3 പ്രാവശ്യം എടുത്ത് ക്യാൻസൽ ചെയ്യുന്നു. ഇനി അടുത്ത പ്ലെയർ നമ്മുടെ പാമറിനെ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കോട്ടോയ്സ് ഗോളിനെ എടുക്കുന്നു. ഇതേപോലെ തന്നെ 3 പ്രാവശ്യം എടുക്കുന്നു, ക്യാൻസൽ ബാക്ക് അടിക്കുന്നു. 1 പ്രാവശ്യം എടുക്കുന്നു, അതിനുശേഷം സാവിന അതുപോലെ തന്നെ കേട്ടോ 3 പ്രാവശ്യം ഇതേപോലെ എടുക്കുന്നു, ബാക്ക് എടുക്കുന്നു ഇതേ പരിപാടി. അതിനുശേഷം ഗൈസ് ഞാനിതാ ഫസ്റ്റ് 100 കളഞ്ഞു, സെക്കൻഡ് കളഞ്ഞു, തേർഡ് കളഞ്ഞു, 4th ട്രയൽ കളഞ്ഞു, 5th ട്രയൽ നമുക്ക് കൊടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കിട്ടുമെന്ന് ഗൈസ്. അപ്പോൾ എനിക്ക് നോക്കണം, എൻ്റെ അക്കൗണ്ടാണ് ഇത്, എൻ്റെ അക്കൗണ്ടിലാണ്, എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ്. ഓ വില്ലടാ ഗൈസ്, എനിക്കില്ല, എനിക്ക് ബേസാണ് കിട്ടിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ ചിലപ്പം വേറെ ഇതായിരിക്കും. കാരണം ഉറപ്പായിട്ട് 100 കോയിനൊക്കെ ഇട്ടാൽ മതി ചമാരെ. 100 200 ഇട്ടാൽ മതി. അതിൽ കൂടെ ആരും ഇവിടെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും പാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ 100 കോയിനൊക്കെ ഇട്ടാൽ മതി. ഉറപ്പായിട്ടും എന്താ പറയുക നമ്മുടെ 6000 പോയിന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതായത് 100 കോയിൻ ഉള്ളവരുണ്ടാവും. അവരിട്ടിട്ടാണ് അവർക്ക് ഓൾറെഡി ഷോർട്ട് ടൈം ഒക്കെ കിട്ടുന്നത്. അപ്പോൾ വെച്ചാൽ അവർ 100 കോയിന് 200 കോയിന് നിങ്ങൾ ഇട്ടാൽ പോയിട്ട് പോവാം. പിന്നെ ഗൈസ് എന്താ പറയുക കൂടുതലും പേരും പറഞ്ഞത് ഒരു ഈവനിങ് ടൈം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. കാരണം അവർക്ക് ആ ഒരു സമയത്താണ് കിട്ടിയത്. അതുകൊണ്ട് മച്ചാമാരെ ഞാൻ അങ്ങനെ പറഞ്ഞത്. മച്ചാമാരെ ഈ ഓൾറെഡി നമ്മുടെ ഫോർലാൻഡ് ട്രിക്കിലോട്ട് കിടക്കാം. നമുക്ക് ഫോർലാൻഡും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാനത് ഇവിടെ അടുത്ത് നമ്മുടെ ഇന്നലെ ഒരു മച്ചാൻ പറഞ്ഞായിരുന്നു. മച്ചാൻ പറഞ്ഞ സ്പിൻ ഗെയിം പ്രോ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ബ്രോയാണ്, സബ്സ്ക്രൈബറാണ്. അപ്പം ആ ബ്രോയ്ക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയല്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ ബ്രോ പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബെഞ്ചമിൻ സെക്കോനെ എടുക്കുന്നു, CF ആണ്. ഞാൻ എന്താ ഡാനിയൽമാരിനെ കേട്ടോ എടുത്ത് സെറ്റാക്കി വെച്ച മാനേജർ ഗൈസ്. ബ്രൂണനൊക്കെ എടുക്കുന്നു. ഇതേപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. റൊട്ടേറ്റ് ചെയ്യുന്നു 2 വട്ടം 3 വട്ടം റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബാക്ക് പോവാണ് ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം ഗൈസ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് നോക്കുകയാണ്. കാരണം പ്രൊബോളിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിക് പാക്കുമായിട്ട്, എപ്പിക് അല്ല അനിമി പാക്കുമായിട്ട് കേട്ടോ. എപ്പിക് അനിമി ക്യാപ്റ്റൻ ടെസ്പൂസയുടെ ഗൈസ് ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം ഇതൊരു കിട്ടിയ വഴിയാണ്. ക്യാൻസൽ ചെയ്യുന്നു, സെക്കൻഡ് ട്രൈ ക്യാൻസൽ ചെയ്യുന്നു, തേർഡ് ട്രൈ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, 4th ട്രൈ നിങ്ങൾ കൊടുത്തു നോക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാമാരെ. 100 കോയിൻ മാത്രം കൊടുത്താൽ കേട്ടോ ഗൈസ്. എപ്പിക് മച്ചാമാരെ. അപ്പം ഈ ഒരു ട്രിക്ക് നമ്മുടെ അക്കൗണ്ടിൽ എടുത്തതാണ്. അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക പ്രസന്റ് ആയിട്ട് കാണിച്ചത്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഫോർലാൻ ഉണ്ട്. അപ്പം മച്ചാമാരാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ
4 ആണ് ഗൈസ്, 10ാം നമ്പർ 4 അപ്പോൾ ഏകദേശം 140 റേറ്റ് പോകുന്നുണ്ട് സാബിയോ റോൺസാൻ്റെ. അപ്പോൾ മച്ചാമാരെ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുക നമ്മുടെ ഡിയോഗോ 4 ഇൻ ദ ബോക്സ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാമാരെ. അപ്പോൾ ഇനി പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റിനെ പറ്റിയാണ്. ഈ ഫുട്ബോൾ പോയിന്റ് നിങ്ങൾക്ക് അറിയാം, പ്രിഡിക്ഷൻ ആണ് ജസ്റ്റ്. നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റ് വെച്ചിട്ട് ഏകദേശം നമ്മുടെ ഇപ്പോൾ നിലവിലുള്ളത് 5 പ്ലേയേഴ്സാണ്. കക്ക, റുമിനിങ്, നമ്മുടെ ബെക്കാം, പിന്നെ നമ്മുടെ വന്നിരിക്കുന്ന നമ്മുടെ ഒരു ഗോളി ഉണ്ടായിരുന്നല്ലോ, ഗോളിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഇവർ പറയുന്നത് വെച്ചിട്ട് ഈ ഫുട്ബോൾ പോയിന്റ് പ്രോഗ്രഷൻ ആണ് ഞാൻ പറഞ്ഞ പ്രോഗ്രാം. നമുക്ക് എന്തായാലും ഇങ്ങനെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ, കാരണം ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ. അതുപോലെ തന്നെ ഗൈസ് മിക്കവാറും മാൻബാസ്റ്റന്റെ ഒരു മാനേജർ പാക്ക് വരാൻ വളരെയധികം കൂടുതലാണ്. കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് നമ്മുടെ പാട്രിക് വിയറെ പോകാൻ പോകുന്നത്. കാരണം ഇനിയിപ്പം 2 ദിവസം കൂടി ഉള്ളപ്പോൾ ആരെങ്കിലും, അതായത് ഗൈസ് ഉറപ്പായിട്ട് നിങ്ങൾ കോയിൻ സേവ് ചെയ്താൽ മതി. കാരണം നല്ലൊരു മാനേജർ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഒരു മാനേജറോ അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും ഒരു മാനേജറോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു 1500 രൂപേൻ്റെ ടീമോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും ആ ഒരു ഗ്യാപ്പിലേക്ക് എന്തായാലും നല്ലൊരു മാനേജർ മിക്കവാറും ഈ ഫുട്ബോൾ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ മച്ചാമാൻ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാറുണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്യുക, റോട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എവിടെ വെക്കാൻ, രാത്രി 8 മണിക്കായിരിക്കും നമ്മൾ കൂടുതൽ ലൈവ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഫ്രണ്ട്ലി മാച്ച് ആയാലും കോ മാച്ച് ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.